വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് നമുക്ക് കുവൈറ്റിൽ നിന്ന് വന്നൊരു ഓർഡറാണ്. അപ്പോൾ ഈ ഒരു കഫ്താനിലെ ഈ ഒരു വലിയൊരു കഫ്താൻ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് 2 കിഡ്സ് ഫ്രോക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രത്യേകിച്ച് അവർ മോഡൽസോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7 വയസ്സായ കുട്ടികൾക്കുള്ള 2 ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ലീവിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുത്തു. നമുക്ക് യോക്ക് പോർഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ഒരു പേപ്പറിൽ ഇതുപോലെ മാറ്റി വയ്ക്കാം. നമുക്കത് നോക്കിയിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു 1/2 ഇഞ്ച് മുകളിൽ നിന്ന് ഇതുപോലെ ഒന്ന് വിട്ടു കൊടുക്കാം. ഇനി നമുക്ക് യോക്ക് ലെങ്ത് ആണ്. യോക്ക് ലെങ്ത് 10 ഇഞ്ചസ് ആണ്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ 5 ഇഞ്ചസ് ആണ്. ആം ഹോൾ 5.5 ഇഞ്ചസ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു പോയിൻറ്റ്സ് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് 7 ഇഞ്ചസ് ആണ്. പ്ലസ് 1.5 ഇഞ്ചസ് നമുക്ക് അലവൻസോട് കൂടിയിട്ട് 8.5 ഇഞ്ചസ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് നമുക്ക് 8 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ലൈൻസ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ കർവ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്ക് 3.5 ഇഞ്ചസ്, ബാക്ക് നെക്ക് 2 ഇഞ്ചസ് അത് നമുക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ട് നെക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ വരച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ആ ലൈൻസ് നമുക്ക് ജോയിൻ ചെയ്യാം. ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അലവൻസും കൂടി ഇട്ടിട്ട് 1/2 ഇഞ്ചസ് അലവൻസും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനൊരു സ്കേർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു കഫ്താൻ്റെ ബാക്ക് പീസില്ല, ആ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ആക്കിയിടാം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 8 ഇഞ്ചസ് ആണ് നമുക്ക് വിഡ്ത്ത് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് പ്ലീറ്റ്സും കൂടെ കൊടുക്കാം. 2 സൈഡിൽ പ്ലീറ്റ്സ് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു 12 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അവിടെ നിന്ന് നേരെ താഴേക്ക് ഇതുപോലെ കർവായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. സ്കേർട്ട് ലെങ്ത് 22 ഇഞ്ചസ് ആണ്. അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു പോർഷനിൽ ചെറുതായിട്ടൊന്ന് കർവ് ലൈനും കൂടി വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 2 പീസും കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് പീസും ബാക്ക് പീസും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ പാർട്ടിൽ ചെറുതായിട്ട് ഇതുപോലൊരു കട്ടിങ്സും കൂടി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസിൽ നെക്കും ആം ഹോളും കട്ട് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ ബാക്കും ഫ്രണ്ട് ഒരുമിച്ചിട്ടാണല്ലോ കട്ട് ചെയ്തത്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് സെപ്പറേറ്റ് ഇതുപോലെ എടുത്തിട്ട് ഫ്രണ്ട് ആം ഹോൾ മാത്രം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്ക് പീസിൽ 2.25 ഇഞ്ചസ് ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഹൂക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ചെറുതായിട്ട് നമുക്ക് ഇതുപോലെ ഒരു കട്ടിങ്സും കൂടി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതും കൂടി കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഫസ്റ്റ് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ ഷോൾഡർ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഹൂക്ക് കൊടുക്കാനായിട്ട് കട്ട് ചെയ്ത പോർഷനില്ലേ, അവിടെ നമുക്ക് ചെറിയൊരു പീസ് 2 ഇഞ്ച് വിഡ്ത്തും
4 ഇഞ്ച് ലെങ്ത് ഉള്ളൊരു പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു വി പോലെ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കട്ടിങ്സ് ഇട്ടിട്ട് നമുക്ക് മറിച്ചിട്ട് പ്രസ്സിങ് സ്റ്റിച്ച് കൂടി കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള 4 കോർണേഴ്സ് മടക്കിയിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൂടി കൊടുക്കാം. ഇനി നമുക്ക് കുറേ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം 1/2 ഇഞ്ച് നമുക്ക് മുന്നേക്ക് ഇതുപോലെ വിട്ടിട്ട് നമുക്ക് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് കട്ടിങ്സ് ഇട്ടിട്ട് നമുക്ക് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. നമ്മളിവിടെ ചെയ്യുന്നത് ബൈൻഡിങ് ആണ്, അതായത് നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ചീത്ത വശത്തേക്ക് മറയ്ക്കുന്നതിന് ബൈൻഡിങ് എന്നാണ് പറയുന്നത്. ആ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ പീസ് വെച്ചിട്ട് മറിച്ച് അടിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണെങ്കിലും ഫോളോ ചെയ്യാം. അപ്പം ഞാൻ ഇപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്തു. നെക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് സ്കേർട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ യോക്ക് പാർട്ടിൻ്റെ സെൻട്രൽ പാർട്ട് ഇതുപോലെ ഒന്ന് കട്ടിങ് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സ്കേർട്ട് ഇതുപോലെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഫ്രോക്കിൻ്റെ 2 സൈഡിലുമാണ് ഞാൻ പ്ലീറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു സെൻറ്ററിൽ നിന്ന് നമുക്കൊരു 4 ഇഞ്ചസോളം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമുക്ക് ചെറുതായിട്ട് പ്ലീറ്റ്സ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ 2 സൈഡിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ ഫിനിഷ് ചെയ്തെടുക്കാം. ആം ഹോൾ ക്രോസ് പീസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ബോട്ടം പാർട്ടും കൂടി ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കിൽ ബട്ടണോ അല്ലെങ്കിൽ ഹൂക്കോ എന്തെങ്കിലും കൊടുക്കാം. ഞാനിവിടെ ഹൂക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം.